ഹലോ, ഇത് ഇന്നലത്തെ വീഡിയോ കേട്ടോ. ഇത് രാവിലെ തന്നെ ഞാൻ നല്ല ദേഷ്യത്തിലാട്ടോ. എന്താണെന്ന് വെച്ചാൽ സംഭവം മിനിഞ്ഞാന്ന് എൻ്റെ അടുത്ത് നിന്ന് 23-23 തീയതി എന്നോട് പറഞ്ഞ് വേഗം പണിയെല്ലാം ചെയ്തോ, നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ്. അപ്പം പണിയൊന്നുമില്ല, സുജീകരണ പണിയൊന്നുമില്ല. അപ്പം വാഴയിൽ കുറച്ച് കുമ്മായോ വാരിയിടാനുണ്ട് കേട്ടോ. കക്ക എന്ന് പറയില്ലേ, കുമ്മായം, അത് വാരിയിടാനുണ്ട്. അപ്പം അത് ഞാൻ കുറച്ച് വാരിയിട്ടിട്ട് പകുതി പിന്നെ നാളെ വാരിയിടാം, നമുക്ക് പോകാമെന്ന് പറഞ്ഞ്. അപ്പം നീ എന്താക്ക്, വേഗം ഡ്രസ്സെല്ലാം മാറിയിട്ട് പണിയെല്ലാം ചെയ്ത് ഡ്രസ്സെല്ലാം മാറിയിട്ട് വാ, മേലോട്ട് വാ എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അന്ന് രാത്രി വന്നത് എപ്പോഴാണെന്നറിയോ? ഞാൻ എന്നിട്ട് 1 മണിക്കൂർ ലൈവ് ഇട്ട്, എന്നിട്ട് വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. രാത്രി 12 മണിക്കുണ്ട് കയറി വരുന്നത്. എന്ത് പറയാനാ, പിന്നെ മിണ്ടണോ? ഞാൻ മിണ്ടൊന്നുമില്ല, ചുമ്മാ അടിച്ചു പൊളിച്ച് വെറുതെ ചുമ്മാ നടക്കുമായിരുന്നു, കൂട്ടുകാരോടെ അങ്ങനെ നടക്കുമായിരുന്നു. ഞാനൊന്നും മിണ്ടിയിട്ടില്ല. പിന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റ് ചായ വെച്ച് സുജീഷേട്ടന് ചായ കൊടുത്ത്, പിന്നെ എനിക്കൊരു ചെറിയൊരു കപ്പിൽ മാറ്റി വെച്ച് ഞാൻ പഞ്ചസാര ഇടാതെ കുറച്ച് ദിവസം ഒന്ന് കുടിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഷുഗറും പ്രഷറൊന്നുമില്ല, കുറച്ചൊന്ന് കുടിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനൊരു ഗ്ലാസ് മാറ്റി വെച്ച്. പിന്നെ ഞാൻ എന്താക്കി, ചെറിയൊരു വെയിലോ ഇതൊക്കെ ഉണ്ട്. അപ്പം ഞാൻ എന്താക്കി, അപ്പം തന്നെ പോയി അവിടെ ഇരുന്ന് ചായയും ബിസ്ക്കറ്റും ഉണ്ടായിരുന്നു, അതും കുടിച്ചുകൊണ്ടിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ, ഒരു സാധനം ഉണ്ടാക്കിയില്ല കടി കേട്ടോ. അപ്പോൾ പുള്ളിക്കാരൻ മനസ്സിലായി ഇന്ന് ഇവിടെ ഹർത്താലാന്ന് അടുക്കള. അപ്പോൾ പുള്ളിക്കാരൻ എന്താക്കി, വേഗം പോയിട്ട് വാ ഇങ്ങോട്ട് റോട്ടിലോട്ട് വന്ന് പറഞ്ഞ്, എന്നിട്ട് പൊറോട്ട കൊണ്ടുത്തന്നു കേട്ടോ. എനിക്ക് ഉള്ള പൊറോട്ട കൊണ്ടുത്തന്ന്, കറി ഉണ്ടായിരുന്നു ഇവിടെ. അപ്പം ഞാൻ എന്താക്കി, വേഗം ഡ്രസ്സും മാറിപ്പോയി അത് മേടിച്ചിട്ട് തിരിച്ച് വരുന്ന കേട്ടോ. പിന്നെ വന്നിട്ട് അത് തലേദിവസം പോകാനുള്ള ഇട്ട ഡ്രസ്സാണ്, പിന്നെ ഞാനതവിടെ ഊരി വെച്ച് അലക്കിയില്ല. റോട്ടിലോട്ട് പോകുമ്പം ടീഷർട്ടും ഇത് ഇട്ടിട്ടും എങ്ങനെയാണ് പോകുന്നത്, അത് കാരണം ഞാൻ അത് മാറ്റിയിട്ടിട്ട് പോയി അത് മേടിച്ച് കൊണ്ടുവന്ന് പിന്നെ വേഗം കറിയും കൂട്ടി പൊറോട്ടയും കഴിച്ച് വെള്ളവും കുടിച്ച് പണിയെല്ലാം പിന്നെ ബാക്കിയെല്ലാം പണി അലക്കാനൊന്നും ഉണ്ടായിട്ടില്ല, കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. അലക്കലും തുടയ്ക്കലും പെറുക്കലും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എന്താക്കി, വേഗം കുളിച്ച്. ഞാൻ പറഞ്ഞ് നിങ്ങൾ വന്നില്ലെങ്കിൽ ഞാൻ നടന്ന് ഇങ്ങ് വരും എന്ന് പറഞ്ഞ്. അപ്പം അവിടെ കടയിലുണ്ടാവുക ഇരിക്കുന്നേ ചെക്കന്മാരൂടെ. അപ്പം ഞാൻ എന്താക്കി, വേഗം കുളിച്ച് പോയി മാറ്റിയിട്ടോ, പണിയൊക്കെ തീർത്തിട്ട്. ഇതെന്താ പാൻറ്റ് പൊന്തിച്ച് ഇങ്ങനെ ടോപ്പ് പൊന്തിക്കുന്നത്, റോസ് ടോപ്പും ഇതായിരുന്നു കറുപ്പ് പാൻറ്റ്. ഇതിൻ്റെ വെള്ള പാൻറ്റ് ഇടാമെന്ന് വിചാരിച്ചതാണേ ഇങ്ങനത്തെ. അപ്പം ഞാൻ നോക്കുമ്പോൾ മഴയെങ്ങനെ പെയ്താകെ ചെളിയായില്ല, ഇങ്ങനെ ചെളിയായിക്കഴിഞ്ഞാൽ അലക്കാൻ ഭയങ്കര പാടല്ലേ, അതുകൊണ്ട് ഞാൻ പിന്നെ അത് ഇട്ടില്ല. അതാണ് ഞാൻ കാണിച്ചത്. നിങ്ങൾ വിചാരിക്കുന്നത് എന്തൊരു കറുപ്പ് പാൻറ്റൊക്കെ ഇട്ടിട്ട് റോസോ അല്ലെങ്കിൽ വെള്ളയോ ഇട്ടാൽ റോസാവില്ല. അതുകൊണ്ട് ഞാൻ വീട് വരെ പോകാനുള്ളൂ. വേഗം കുളിച്ച് ഞാൻ എന്താക്കി, വേഗം കുറച്ച് സൺക്രീമൊക്കെ വാരി പൊത്തി. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സൺക്രീം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ സ്ഥിതിയാണ്. സൺക്രീം നല്ല വാരി പൊത്തിക്കോളൂ കേട്ടോ. എവിടെയെങ്കിലും പോകുമ്പോൾ ആയാലും. ഞാനൊരു കമ്മലെടുത്തിടാമെന്ന് വിചാരിച്ചിട്ടെടുത്ത നല്ലൊരു കമ്മലായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ നോക്കുമ്പോൾ അതിൽ തിരിവയ്യ കുടുങ്ങിപ്പോയി, പിടിച്ച് വലിച്ചാട്ടോ. കമ്മലിൽ ഇത് പൊട്ടിപ്പോയി, കാലില്ലേ അത് പൊട്ടിപ്പോയി. നല്ല ഫുള്ള് കല്ലുള്ളതായിരുന്നു, കണ്ടില്ലേ കമ്മൽ, നല്ല കമ്മലായിരുന്നു, എനിക്കിഷ്ടമായിരുന്നു ആ കമ്മൽ. എന്നിട്ട് ഞാൻ ഡ്രസ്സൊക്കെ മാറി. ഈ മുടി പിരിക്കല ചുമ്മാ കാണിക്കുന്ന കേട്ടോ, ഞാൻ ചുമ്മാ കാണിക്കുന്ന. പ്രത്യേകിച്ച് ഞാൻ പോകുന്നത് ഈ ഫോണൊന്ന് വീട്ടിൽ കൊണ്ട് കുത്തിയിടണം. ഈ ചെറിയ പിന്ന് ചാർജറാണ് ഇതിനകത്ത് കുത്തുന്നത്. അപ്പോൾ ആ ചാർജർ കയറണില്ല. ലൈവ് ചെയ്താലും ഞാൻ ഇതും കൊണ്ടാണ് വായിക്കൽ. അപ്പോൾ ഇതും കൂടി കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് പോയി. സുജീഷേട്ടനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഞാൻ വരാമെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ നടന്നു വരുന്നതെന്ന് പറഞ്ഞിട്ട് ആ റോട്ടിൽ നമ്മൾ പോകുന്ന വഴി കൂടെ നടക്കുന്ന കേട്ടോ. എന്തായാലും നടന്ന് വരുന്നതെന്ന് പറഞ്ഞാൽ അതിലെന്തായാലും വരും, അതെനിക്കറിയാം. അപ്പോൾ ഞാനെന്താക്കി ഇങ്ങനെ നടക്കുന്നത്, അങ്ങ് വരെ ഒന്നും നടക്കാൻ പറ്റില്ല കേട്ടോ, കാല് കടഞ്ഞു പോകും. ഞാൻ ഒട്ടും നടക്കലില്ല, അതുകൊണ്ടാണ്. അപ്പം അതാ വരുന്നു, വളവ് തിരിഞ്ഞ് അതാ വരുന്നത്. പുള്ളിക്കറിയാം ഞാൻ നടന്നിങ്ങോട്ട് എത്തുന്നു. അപ്പം എന്താക്കി, ഇന്നലത്തെ പോലെ പറ്റിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. പിന്നെ രാത്രിത്തെ ചോറും കൂടി കൊണ്ടുവരേണ്ടി വരും ഹോട്ടലിൽ നിന്ന് വിചാരിച്ചിട്ടായിരിക്കും. പിന്നെ വീട്ടിൽ പോയി. പിന്നെ നമ്മളെ വീടിൻ്റെ അടുത്തൊരു ചേച്ചി മരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കുറേ വർത്താനമൊക്കെ പറഞ്ഞ് ഞാനും അമ്മയും കൂടി നാളെ അമ്മ പോകുന്നതെന്ന് പറഞ്ഞ്, നാളെയാണ് അടക്കം, അതുകൊണ്ട് നാളെ പോകുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വർത്താനമൊക്കെ പറഞ്ഞ് അമ്മ ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ എന്താക്കി, ഇന്നലെ ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് പിന്നെ ഉള്ള ചോറും കറിയൊക്കെ ഉണ്ടായിരുന്നു. പോകുമെന്ന് ഞാൻ ഇന്ന് വിളിച്ച് പറഞ്ഞിട്ടില്ലായിരുന്നു. അത് കാരണം ഞാൻ നോക്കുമ്പോൾ ചോറുണ്ടായിരുന്നു കേട്ടോ. അമ്മ എന്തായാലും ഒരാൾക്കുള്ള ചോറ് അങ്ങനെ വെക്കും. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കുള്ള ചോറും ഉണ്ട്, അമ്മയ്ക്ക് രാത്രിത്തേക്കുള്ളതും ഉണ്ട് വെച്ചിട്ട്. അപ്പോൾ ഞാനതൊക്കെ എടുത്ത്. അപ്പം അമ്മ പറയും, നിങ്ങൾക്ക് എന്തായാലും മീൻ വേണമല്ലോ, ഇന്നലെ ഞാൻ മേടിച്ചിട്ടുണ്ട് മീൻ, അപ്പം ഇരയ്ക്കും വെച്ചിട്ടുണ്ട്, അത് വറുത്തോളാൻ പറഞ്ഞ്. ഇനിയിപ്പം ഞാൻ എന്താക്കി, മുള്ളനായിരുന്നു, അത് വറുത്ത് കഴിഞ്ഞിട്ട് വേഗം പോയിട്ട് ഞാൻ ചോറുന്നു. സുജീഷേട്ടൻ അകത്തിരുന്ന് തിന്നുന്നുണ്ട് കേട്ടോ, ഫോണും കണ്ടുകൊണ്ട്. പിന്നെ ഞാനും അമ്മയും അപ്പം ഞാൻ അവിടെ ഇരുന്ന് എന്തായിരുന്നു സംസാരിച്ചേ,
അനിയത്തി വിളിച്ച കാര്യമൊക്കെ അമ്മ ഇങ്ങനെ ചോദിച്ചിങ്ങനെ നമ്മൾ അനിയത്തി വിളിച്ച കാര്യവും പിന്നെ കുട്ടികളെ കാര്യമൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അമ്മയുണ്ട് അപ്പുറത്തിരിക്കുന്നു കേട്ടോ. അപ്പം ഇങ്ങനെ കുറേ ഞങ്ങൾ സംസാരിച്ചൊക്കെ ഉണ്ടാക്കിയിരുന്ന്. അത് കഴിഞ്ഞ് കുറച്ച് ചെടിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ മഴയായി പിന്നെ അമ്മ ഒന്ന് വീണിട്ട് കൈയൊക്കെ ഒന്ന് പൊട്ടിയില്ലായിരുന്നു. അതുകൊണ്ട് ആ ചെടിച്ചട്ടീൻ്റെ മേലെ കൂടിയൊക്കെ ഫുള്ള് കാടും കാര്യങ്ങളെല്ലാം ആയിട്ടോ അങ്ങനെ പടർന്ന് കിടക്കുക. അതിൻ്റെ ഇടയ്ക്ക് അമ്മ എന്താക്കി, ഞാൻ ഈ മുക്കൂറ്റിക്ക് പോകുന്നതുകൊണ്ടേ കഴിഞ്ഞ കൊല്ലം ഇക്കൊല്ലമൊക്കെ മുക്കൂറ്റിക്ക് പോയല്ലോ കർക്കിടക മാസത്തിൽ. അതുകൊണ്ട് അമ്മ എന്താക്കി ചെടി എന്താക്കി ഇതൊക്കെ ഞാൻ വൃത്തിയാക്കി കേട്ടോ. ഇത് അമ്മ ഇപ്രാവശ്യം കൊണ്ട് നട്ടതാട്ടോ ചട്ടിയിൽ. പിന്നെ കുടിച്ചോട് അവിടെയൊക്കെ ഞാൻ വൃത്തിയാക്കിയിട്ട് കേട്ടോ. വൃത്തിയാക്കി അതെന്താണെന്നോ ഫോൺ പിടിക്കാൻ ആരുമില്ല കാരണം പിന്നെ ആ റോട്ടിൻ്റെ ആ സൈഡിലായിരുന്നു. അപ്പം ഞാൻ പിന്നെ എന്താക്കി, അപ്പം അമ്മേൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തൊട്ടിപ്പുറത്തുള്ള വീടാട്ടോ, കുറച്ച് ഇപ്പുറത്തോട്ടുള്ള വീടാണ്. അപ്പോൾ വരുന്നതെന്ന് വെച്ചപ്പോൾ ഞാൻ അങ്ങനെ ചേച്ചീൻ്റെ കൂടെ പോയതാണ്. ഞാനും സുജി ചേട്ടനും ഉണ്ട് കേട്ടോ. ഈ വീഡിയോന് എടുത്ത് ഞാൻ ഷോർട്സ് ഇട്ടേ. അപ്പോൾ ചേച്ചി കുറേ ആയി വിളിക്കുന്നു വരും വാന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാനങ്ങനെ പോയി. സുജി ചേട്ടൻ പിന്നെ അവിടെ ഇരുന്ന് അവർ വർത്താനം പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവരെ പേരൊക്കെ സപ്പോർട്ട ഈ പറമ്പിലില്ലാത്ത ഒരു സാധനവും ഇല്ല കേട്ടോ. ഒരു ദിവസം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, ചേച്ചി പറഞ്ഞ് എടുത്തോന്ന്. പക്ഷേ ഞാനങ്ങനെ പിന്നെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരണമായിരുന്നു. അതുകൊണ്ട് ഞാനിങ്ങ് വേഗം പോകുകയും ചെയ്തു. പിന്നെ